വാർത്തകൾ വിശദമായി നോക്കാം. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല തീർത്ത് ഡിവൈഎഫ്ഐ പ്രതിഷേധം. കാസർഗോഡ് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം ചങ്ങലയിൽ ആദ്യ കണ്ണിയായി. രാജ്ഭവനിന് മുന്നിൽ LDF കൺവീനർ പി ജയരാജൻ അവസാന കണ്ണിയുമായി അണിനിരന്നു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, LDF കൺവീനർ പി ജയരാജൻ, സാമൂഹിക സിനിമ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരടക്കം ആയിരക്കണക്കിന് പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, കേന്ദ്രത്തിനെതിരെയുള്ള അവഗണനയ്ക്കെതിരെയാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരടക്കം മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്തു. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷക്കണക്ക് ാണ് ഇന്ന് ഡിവൈഎഫ്ഐയുടെ ഭാഗമായി നടത്തിവന്ന ഈ ഒരു മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളായത്. വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം സ്വീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു മനുഷ്യച്ചങ്ങല കേരളത്തിലുടനീളം നടന്നു. അതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ കാര്യമായ രീതിയിൽ നടന്നതൊക്കെയും അത്തരത്തിലായിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും തിരുവനന്തപുരത്തുണ്ടായിരുന്നു. MV ഗോവിന്ദൻ ഉണ്ടായിരുന്നു. അതോടൊപ്പം MA ബേബി, അതോടൊപ്പം EP ജയരാജൻ അടക്കമുള്ള ആളുകളും പ്രാദേശിക നേതാക്കൾ അടക്കമുള്ള ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതോടൊപ്പം സാംസ്കാരിക രംഗത്തുള്ള വിവിധ ആളുകളും കവി മുരുകൻ കാട്ടാക്കട അടക്കമുള്ള ആളുകളും പങ്കെടുത്തിരുന്നു. വലിയ രീതിയിലുള്ള ഒരു ആവേശപൂർണമായ ഒരു പരിപാടി തന്നെയായിരുന്നു. അതുകൊണ്ട് വലിയ ജനപങ്കാളിത്തത്തോടെ തന്നെയായിരുന്നു ഈ മനുഷ്യച്ചങ്ങല തീർത്തത്. ഒരു അണിപോലും മുറിഞ്ഞു പോകാതെയാണെന്ന് വലിയ രീതിയിലുള്ള ഈ മനുഷ്യച്ചങ്ങല തീർത്തത്. ഇതോടെ തന്നെ കേന്ദ്ര സർക്കാരിനെ വ്യക്തമാക്കി കൊടുക്കുകയാണ് എത്രത്തോളം ജനപങ്കാളിത്തം സംസ്ഥാന സർക്കാരിനുണ്ടെന്നും കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഉള്ള പ്രതിഷേധം എത്തരത്തിലാണെന്നും വ്യക്തമാക്കി കൊടുക്കുകയായിരുന്നു ഉദ്ദേശം. അത് വ്യക്തമായി സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇനി കേന്ദ്ര അവഗണന ചൂണ്ടിക്കാട്ടിയുള്ള മുദ്രാവാക്യങ്ങളും ഉയർന്നിരുന്നു. പ്രധാനമായും ലക്ഷ്യം വെച്ചത് ട്രെയിൻ സർവീസുകൾ കേരളത്തിൽ കൃത്യമായി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ട്രെയിൻ നിരക്കുകൾ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം കേരളത്തെ പല കാര്യങ്ങളിലും കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു. ഇത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കേന്ദ്ര വിഹിതം കേരളത്തിന് നൽകേണ്ടത് അർഹതപ്പെട്ടെന്ന് നൽകുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ, തൊഴിലില്ലായ്മ അടക്കമുള്ള യുവാക്കളുടെ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടി അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധമാണ് വലിയ ജനപങ്കാളിത്തത്തോടെ നടത്താൻ സാധിച്ചത്. ഡിവൈഎഫ്ഐയുടെ ചരിത്രത്തിൽ തന്നെ വലിയൊരു പുതിയ അധ്യായമാണെന്നും MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഒരു പരിപാടി തന്നെയാണ് ഇന്ന് നടന്നിരുന്നത്. ഏതായാലും ഇതൊരു വൻ വിജയമായി തന്നെ കണക്കാക്കാം. ഇനി വരുന്ന പ്രതിഷേധങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിനെതിരെ ഇതിലും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെയും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ തീരുമാനം. ശരി, വിഷ്ണു കരുണാകരനാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.